ഡോക്ടർ ഷിജി അലക്സ്. കുറഞ്ഞ സമയത്തിൽ ഷിജിയെ എങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വളരെയേറെ ചിന്തിക്കേണ്ടതായിട്ട് വന്നു. Because there's so much to talk about her. But I'm going to be very brief because I want to give the time to her because you want to hear from her. ഷിജിയെ ഞാൻ പരിചയപ്പെടുന്നത് 2020-ലാണ്. ഷിജിയുടെ അന്നത്തെ വികാരിയായിരുന്ന ഷിബി അച്ഛനാണ് എന്നെ ഇങ്ങനെ ഒരു യൂത്ത് ലീഡർ ഉണ്ടെന്ന് പറഞ്ഞ് ഷിജിയെ പരിചയപ്പെടുത്തിയത്. ആദ്യ കോൺവെർസേഷനിൽ തന്നെ ആരുമായും വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് ഷിജിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു പരിചയം എന്നതിലുപരി ഷിജിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ദൈവസ്നേഹത്താൽ പരസ്പരം ബന്ധിക്കപ്പെടുന്ന ഒരനുഭവം. Since then, we have kept in touch. We have shared our worries and kept each other in prayers. ഒരുമിച്ച് നോർത്ത് അമേരിക്കൻ ഡയസിസിലെ യങ് വിമൻസ് ഫെലോഷിപ്പിന്റെ റീലോഞ്ചിങ്ങിന് 2021 ഒരു വീഡിയോ പ്രസന്റേഷൻ ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ടൊക്കെ എനിക്ക് സാധിച്ചു. ദൈവം അതിനൊക്കെ അവസരം ഒരുക്കി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഷിജി is a nurse by profession. She works as an executive leader in healthcare. She has been an entrepreneur and serves as the president and co-founder of MISPA Center for Allied Health Education. It's very minimum. I didn't want to go to, you can look her up in Google and you will find a lot of information about her. So she is a member of Chicago Marthoma Church. She's a former parish secretary, Sunday school teacher, and she's a leader who loves to work with the young adults. She leads youth retreats. She represents the Yuvajana Sakyam on the Marthoma Mission Board. She loves to read. She loves to write, listen, and speak. She has been a speaker in women's groups as well. She was a speaker for our last Diocesan Sevya Sangam conference, as Deva mentioned. She has a doctorate in divinity, and she's also in Christian psychology, and she is also an author. വിപുലമായ വായന ഷിജിയുടെ ഒരു മുഖമുദ്രയാണ്. കഥകൾ പറയുവാനും ഈസി ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും ഷിജിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ലാന, വിച്ച് ഈസ് ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക യുടെ പ്രവർത്തനങ്ങളിൽ ഷിജി വളരെ ഇൻവോൾവ് ആണ്. പുസ്തക പരിചയം, പുസ്തക പ്രകാശനങ്ങളിലൊക്കെ പുസ്തകങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യുവാനും ഒക്കെ സാധാരണ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഏത് ബുക്കിൽ നിന്ന് വേണമെങ്കിൽ, നോവൽസ് ആയാലും ഡിവോഷണൽ ബുക്സ് ആയാലും മറ്റു പബ്ലിക്കേഷൻസ് അതിൽ നിന്നൊക്കെ കോട്ട് ചെയ്യാനായിട്ട് ഏത് സമയത്തും ഷിജി തയ്യാറാണ്. എക്യുമെനിക്കൽ ഫെലോഷിപ്പിൽ ആക്ടിവിറ്റീസിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നു. കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് വേണമെങ്കിൽ ഷിജിയെ കുറിച്ച് പറയാം. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് ഷീ ഹാസൻറ്റ് ഡൺ യെറ്റ്. സോ ഷിജി's husband also works in healthcare field. She is raising 2 girls. It's a mother raising 2 girls. I know I have not done justice in introducing this mesmerizing and diversified individual who I admire a lot. And you will get to know her as you hear from her. So, കൂടുതൽ സമയം എടുക്കുന്നില്ല. ഷിജിയെ ഇന്നത്തെ മെസ്സേജിനായിട്ട് പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുന്നു. Thank you. Thank you, Sumaya Mama. That was a lot. Thank you for the kind words. Good evening, everyone. അച്ഛൻ ജോയിൻ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ബഹുമാനപ്പെട്ട ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ബിജു അച്ഛൻ, അതോടൊപ്പം തന്നെ ഈ സൂം റൂമിലായിരിക്കുന്ന എല്ലാവരും, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. ഈ ആഴ്ച ഒരു വളരെ പ്രത്യേകതയുള്ള ഒരാഴ്ചയാണല്ലേ. 6-ാം ദിവസം സേവികാ സംഘവാരം. എനിക്ക് തോന്നുന്നു WWW വീക്ക് എന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. വിമൻ വിറ്റ്നസിങ് ദ വേർഡ്. ആക്ച്വലി ഇറ്റ്സ് എ ഗോസ്പൽ എന്നുള്ളത് നമ്മൾ വേർഡ് എന്ന് തിരുത്തിയാൽ ഇറ്റ് വാസ് WWW വീക്ക്. അതിനകത്ത് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള, മീനിങ് ആയിട്ടുള്ള, വളരെ ചിന്തോദ്ദീപകങ്ങളായിട്ടുള്ള മെസ്സേജസ് ആണ് നമ്മൾ ഈ 5 ദിവസവും കേട്ടത്. ഇന്നത്തെ ദിവസം എനിക്കും ഒരു അവസരം തന്നതിന് നിങ്ങളോടുള്ള എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ ദൈവവചനം സംസാരിക്കാനായിട്ട് ലഭിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് നമ്മൾ ഒരു മീനിങ് ഫുള്ളായിട്ട്, അല്ലെങ്കിൽ പർപ്പസ്ലി വി ട്രൈ ടു look into the word and to try to meditate on it, because it is a responsibility that given to us, that when we prepare to deliver a message. So thank you for making me accountable to do that. And that's what I always take the opportunity. Sometimes people ask me, if you're busy and you have to do a lot of things, then why you agree to do that? I always think that is my energy, because when I try to do that, that is giving me more energy, and it is like rejuvenating me when I prepare for a message. So thank you for giving that opportunity to me.
And I really want to thank God for this. Once again, He's strengthening me to talk to His people from His word. I really want to take this opportunity to thank Him. So before getting to the message, and I want to take a moment to pray. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സായാഹ്നത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സേവിക സംഘഭാരമായി women the witnessing the word, witnessing the gospel എന്നൊരു തീമിനെ ആസ്പദമാക്കിയുള്ള മെസ്സേജസും അങ്ങനെയുള്ള ചിന്തകളുമായിട്ട് കർത്താവെ ഞങ്ങൾ ആ ഒരാഴ്ചയുടെ കൺക്ലൂഷനിലേക്ക് നാളെ വരുന്നുണ്ടല്ലോ കർത്താവെ. ഇത്ര നാളും ഞങ്ങളെ നടത്തിയ ദൈവമാകൊണ്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനും കർത്താവെ നിന്റെ വചനവുമായിട്ട് നിന്റെ ജനത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പറയേണ്ട കാര്യങ്ങൾ പറയുവാൻ തക്കമുള്ള കർത്താവെ അതിനായിട്ടുള്ള വിസ്ഡത്തെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിറ്റ്നസ് എന്നുള്ളൊരു വാക്ക് ഞാനിങ്ങനെ വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടർത്ഥമുണ്ട് വിറ്റ്നസിന്. മലയാളം ഓളങ്ങളിൽ നോക്കിയാലും നമുക്കറിയാം ഇതൊരു നാമവുമാണ് ക്രിയയുമാണ്. ഇറ്റ് ഇസ് എ നൗൺ ആൻഡ് എ വേർഡ്. We can be the witness or we can dictate something happened and or it can be a witnessing experience. ഒരു സാക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് സാക്ഷി പറയാം, നമുക്ക് സാക്ഷിയായി മാറാം. നമ്മൾ കണ്ടതിന് സാക്ഷി പറയാം. We can provide an evidence. അങ്ങനെ രണ്ട് രീതിയിലുണ്ട്. ഒരേ സമയത്ത് തന്നെ ഈ സ്നേഹം പറയുന്നത് പോലെ സ്നേഹം എന്ന് പറയുന്നത് ഒരു നാമവുമാണ്, ഒരു ക്രിയയുമാണ്. സ്നേഹിച്ചാൽ മാത്രമേ അത് സ്നേഹത്തിനൊരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. സ്നേഹം ഒരു വാക്കായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെയാണ് ഈ സാക്ഷി എന്നുള്ള പദവും വിറ്റ്നസിങ് എന്നുള്ള ഒരു പദം. ഈ ആഴ്ചത്തെ മെസ്സേജസ് മുഴുവൻ ഞാൻ കേൾക്കുമായിരുന്നു. ഞാൻ സൂം റൂമിൽ കറക്റ്റ് ആയിട്ട് വരുന്നില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടായിരുന്നു. I just want to hear and learn more. So that was the purpose of listening. So ഒന്നാമത്തെ ദിവസം ജിഷ കൊച്ചമ്മ നമ്മളെ ഓർമ്മിപ്പിച്ചത് സ്വന്തം ജീവിതത്തിന്റെ കനൽ അനുഭവങ്ങളിൽ കൊച്ചമ്മ കടന്നുപോയ ജീവിതത്തിന്റെ ഏറ്റവും കൈപ്പേറിയ വേദനയേറിയ അനുഭവങ്ങളിൽ എങ്ങനെയാണ് കൊച്ചമ്മയ്ക്ക് ദൈവകൃപ സ്വാന്തനമായി മാറിയതും അതനുസരിച്ച് ഒരു വിറ്റ്നസിങ് എക്സ്പീരിയൻസ് ദാറ്റ് ഷീ എക്സ്പീരിയൻസ് ഫ്രം ഹർ ലൈഫ് ആൻഡ് ഓൾസോ ഫ്രം അതേഴ്സ് അറൌണ്ട്, ഹൗ അതേഴ്സ് സ്ട്രെങ്തൻഡ് ഹർ. സോ അതൊരു നല്ല ജീവിതാനുഭവം നമുക്ക് കേൾക്കാൻ സാധിച്ചു. രണ്ടാമത്തെ ദിവസം നമ്മൾ കേട്ടത് നീനു കൊച്ചമ്മ വളരെ പ്രൊഫൗണ്ട് ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ഒരു ടേബിൾ ഫെലോഷിപ്പ്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിനെ എങ്ങനെ സാക്ഷിയായിട്ട് മാറും, അത് ഭക്ഷണമേശയിലാകട്ടെ അടുക്കളയിലാകട്ടെ എവിടെയായാലും ആയിരിക്കുന്ന ഇടങ്ങളിൽ എപ്രകാരം സാക്ഷികളായിട്ട് മാറാൻ സാധിക്കും. മൂന്നാമത്തെ ദിവസം മൈ ഫേവറേറ്റ് മെസ്സേജ് ഫ്രം പ്രൈസി കൊച്ചമ്മ, തിയോളജിക്കലി പ്രൊഫൗണ്ട്, ബിക്കോസ് എനിക്ക് വളരെ ഇഷ്ടം തോന്നി കൊച്ചമ്മയുടെ ഒരു ചിന്ത. കാരണം നവീകരണത്തിന്റെ ഭാഗഭാക്കാകൾ ആകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വനിതാ സമൂഹം പഴയകാല ഓർമ്മകളിൽ ഗ്ലോറിഫൈയിങ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ആ ഒരു ചിന്തകളിൽ അഭിരമിച്ച് ജീവിക്കാതെ അവിടെ നിന്ന് വേണ്ടതിനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം നമ്മുടെ ജീവിതത്തെ എപ്രകാരമാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നവീകരിച്ച് മുന്നേറാൻ സാധിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി തന്ന ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ കൊച്ചമ്മ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ ആ വേർപാടിന്റെ അവസരങ്ങളിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റർഹുഡ് അല്ലെങ്കിൽ ഒരു ചർച്ച് ആസ് എ ഹോൾ സപ്പോർട്ട് ചെയ്ത് അവരെ അതിൽ നിന്ന് താങ്ങി നടത്തിയത് എന്നുള്ളത് വളരെ ചുരുക്കമായിട്ട് കൊച്ചമ്മ നമുക്ക് മുന്നിൽ പറഞ്ഞു വെച്ചു. പിന്നീട് നമ്മൾ കേട്ടത് രേഷ്മയിൽ നിന്നാണ്. കൊച്ചമ്മ അല്ലാത്ത രേഷ്മ എങ്ങനെയാണ് വിശ്വാസം, നമ്മുടെ ഈ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്, അതുകൊണ്ട് എങ്ങനെയാണ് പ്രവൃത്തിയിലൂടെ വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ വിറ്റ്നസിങ് ആണ് എന്ന് മറ്റുള്ളവർക്കും നമ്മുടെ തലമുറയ്ക്കും കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും അതിന്റെ എല്ലാ പവർ പോയിന്റോട് കൂടി നമുക്ക് രേഷ്മ അത് കാണിച്ചു തന്നു. ഈ നാളെ നമുക്ക് മെറീന കൊച്ചമ്മയാണ്. തീർച്ചയായിട്ടും അതൊരു കലാശക്കൊട്ടായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ കൊച്ചമ്മ എങ്ങനെയായിരിക്കുമെന്ന്. ഇതിന്റെ ഇടയിൽ എനിക്കും ഒരു അവസരം തന്നതിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിറ്റ്നസിംഗ് എന്ന് പറയുമ്പോൾ 2021 ജാനുവരി 5-ാം തീയതി വളരെ ക്വയറ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ പള്ളിയിലെ ഒരു സ്ത്രീ, ഷിക്കാഗോ മാർത്തമ്മ പള്ളിയിലെ ഒരു വനിത, സേവിയ സംഘത്തിൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പിൽ വന്ന് പാടാറില്ല, മൈക്കെടുത്ത് സംസാരിക്കാറില്ല, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാറില്ല, കൊയറിൽ പാടുന്നില്ല, വളരെ ക്വയറ്റായിട്ട് നടക്കുന്ന ഒരാൾ ആ ദിവസം രാവിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ടൈറ്റിൽ ന്യൂ ബ്ലെസ്സിങ് എന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ടൈറ്റിൽ. അതിനകത്തൊരു 10ഓളം പേരെ ആഡ് ചെയ്യുന്നു. ആ 10ഓളം പേരെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ഈ വാട്സപ്പിന്റെ അഡ്മിൻ ആ വ്യക്തി
ഈ ന്യൂ ബ്ലെസ്സിങ് എന്ന് പേരിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ട വ്യക്തി ഒരു മെസ്സേജ് ഇടുന്നു, എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നു. ഈ ഗ്രൂപ്പ് നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാം. എന്റെ മനസ്സിലിപ്പോൾ തോന്നി, ഇറ്റ്സ് സോ കറേജിയസ്. യൂഷ്വലി we like to hide when there is negativity happen to your life. It will take a lot of courage to announce in a group and creating a group and just talking about it. And she is, from that day onwards, we have discussions, we talk about how the procedures is going on, how chemo is going on, and she was always updating, and we were sharing, and I never see any painful experience that she's sharing there, other than faithful experiences she's sharing. Whenever she go for appointment, how she's seeing somebody to support her. Whenever she going for chemo, and while going through the horrible experience of the chemo, surgeries and complications, and again re-diagnosis, and cancer is coming back in its horrible condition. And ഈ 2024 ജൂൺ 24 ആ വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോയി. അവസാനത്തെ ദിവസവും കുർബാന ഹോസ്പിറ്റൽ ബെഡിൽ സ്വീകരിക്കുമ്പോഴും വളരെ അധികം ശ്വാസതടസ്സത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്നത് നമ്മൾ നോക്കി നിൽക്കുമ്പോഴും ആ കണ്ണുകളിൽ സ്ഫുരിച്ചിരുന്ന ഒരു വിശ്വാസം, തന്റെ രക്ഷകന്റെ അടുത്തേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ഒരു വിശ്വാസം മുഖത്ത് സ്ഫുരിച്ചുകൊണ്ട് വളരെ യങ്ങായിട്ട് രീതിയിൽ ആ ആളെ നമ്മളിൽ നിന്ന് വേർപെടപ്പെട്ടു. ഷിക്കാഗോ മാർത്തോമ ചർച്ച് കണ്ട ഒരു വളരെ ആളുകൾ അധികമായിട്ട് കൂടിയ ഒരു ഫ്യൂണറൽ സർവീസ് ആയിരുന്നു. 2 വർഷം ജോലിയിൽ നിന്ന് മാറി നിന്നിട്ടും എത്രയോ തരത്തിലുള്ള ഡിഫറെന്റ് എത്നിസിറ്റീസിൽ നിന്നുള്ള ആൾക്കാർ അവിടെ എത്തി. പേഷ്യൻസ് കൊടുത്ത കമന്റ്സ് ഫ്രെയിം ചെയ്ത പിക്ചർ ഫ്രെയിംസ്, അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ടൈം, അവർ ഓരോരുത്തരും അവിടെ നിന്ന് ആ വ്യക്തിയുടെ വിശ്വാസത്തെ പറ്റി, ആ വ്യക്തി അനേകരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥന എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയതെന്ന് പ്രൊക്ലെയിം ചെയ്യുമ്പോൾ, how can I say she's not a witness? Let us think about what are we doing with our lives? The witnessing experiences, can we do this way? That's a question. So ഞാൻ ഈ ടോപ്പിക് കേട്ടപ്പോൾ I was just thinking about her. The life she had lived, the painful experiences because of the cancer, what she went through, everything was a witnessing experience for her. എങ്ങനെയാണ് നമുക്കിങ്ങനെ സഹനങ്ങളിൽ ഈ വിശ്വാസത്തെ ഉറപ്പിച്ചു പിടിക്കാൻ സാധിക്കുന്നത്? ഗലാത്യരുടെ ലേഖനം നിങ്ങൾ പഠിക്കാൻ എടുത്തു, നമ്മൾ ഇന്ന് തീർത്തു അത് 6 അധ്യായങ്ങൾ. ഗലേഷ്യൻസ് വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നില്ല, ഉപരിപ്ലവമായിട്ട് മാത്രമാണ് പഠിച്ചു പോകുന്നതെങ്കിൽ ചില കോൺട്രവേഴ്സീസ് ഉണ്ടാകാവുന്ന ബുക്കാണ് ഗലേഷ്യൻസ്. പോളാണ് എഴുതിയത്, പൗലോസ് ആണ് എഴുതിയതിന് ഒരു വ്യത്യാസവുമില്ല, ഒരു സംശയത്തിന് തർക്കമില്ലാത്ത ഒരു വിഷയമാണ്. പൗലോസ് എഴുതിയ പുസ്തകമാണ് ഗലേഷ്യൻസ് എന്നുള്ള ബുക്ക്. പക്ഷെ ഈ പുസ്തകം എഴുതിയതിന്റെ അടിസ്ഥാനമായിട്ട് എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത്? അതായത് വളരെ നിയമബദ്ധമായ, ന്യായപ്രമാണബദ്ധമായ ചില മതങ്ങളുടെ ചില ചുറ്റുപാടുകളിൽ നിന്ന്, ആ മതത്തിൽ നിന്ന് ദൈവം ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഗലേഷ്യൻസിൽ പോൾ പറയുന്നത്. ന്യായപ്രമാണബദ്ധമായ മതത്തിൽ നിന്നും എങ്ങനെയാണ് ക്രിസ്തു തരുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പതുക്കെ സഞ്ചരിക്കേണ്ടത്. ഇന്നലെ നിങ്ങളത് വായിച്ചു കാണും തീർച്ചയായിട്ടും, ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യത്തിലേക്ക്. അപ്പൊ പൗലോസ് 4 കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് പൗലോസ് പറയുന്നത്, ഈ ഹോൾ ബുക്കിൽ ഒരു അധ്യായത്തിലല്ല, ഒരു സ്വയപ്രതിരോധമുണ്ട്, ഒരു സെൽഫ് ഡിഫെൻസ്. കാരണം പൗലോസ് വാസ് നോട്ട് ദാറ്റ് വെരി വെൽ റിസീവ്ഡ് അപ്പോസ്റ്റൽ. He had a lot of problems that people were talking about him. So ആദ്യമേ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ ചില പോരായ്മകളും സ്വയമായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു പ്രതിരോധമുണ്ട്, ഒരു സെൽഫ് ഡിഫെൻസ് പോൾ പറയുന്നുണ്ട്. അതായത് ക്രിസ്തുവേശുവിൽ കുരിശിൽ മരിച്ച ക്രിസ്തുവാണ് എന്റെ സുവിശേഷം. ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസവും നമ്മളത് കേട്ടു. 6-ാം അധ്യായം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇത് എല്ലായ്പ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ലേഖനങ്ങളിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു സ്വയം പ്രതിരോധം. ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളിത് പറയും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി, എല്ലാവരും പറയുന്നു, യു ഗുഡ്, എവറിത്തിങ് ഈസ് ഗുഡ്, ഫാമിലി ലൈഫ് ഇസ് ഗുഡ്, കിഡ്സ് ആർ ഗുഡ്,
ജോബ് ഇസ് ഗുഡ്. അപ്പൊ നമ്മൾ ഇത് ഓർക്കത്തില്ല. പക്ഷെ നമുക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഉള്ള വാക്യങ്ങളൊക്കെ, ഓ എന്താ ക്രിസ്തു അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ വേർ ഈസ് എ കൺസിസ്റ്റൻസി ഓഫ് വിറ്റ്നസിങ്. പൗലോസ് ഈസ് ഡൂയിങ് ദാറ്റ് കൺസിസ്റ്റന്റ്ലി. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയത്തില്ല, നമ്മുടെ പള്ളിയിൽ VT ജോൺ അച്ഛനുണ്ട്. അച്ഛൻ നമ്മുടെ സീനിയറുടെ അച്ഛനാണ്. അച്ഛൻ നമുക്കൊരു സ്വാന്തനമാണ് അച്ഛനെ മധുബായിൽ കാണുന്നത് തന്നെ. അപ്പൊ കഴിഞ്ഞ ആഴ്ച അച്ഛനെ പള്ളി കണ്ടില്ല. അപ്പൊ എനിക്ക് ഇച്ചിരി സമയം ഉണ്ടായിരുന്നു. പള്ളി പിരിഞ്ഞു കഴിഞ്ഞപ്പം ടീച്ചേഴ്സ് റിട്രീറ്റ് നടക്കേണ്ടതായിരുന്നു, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് റിട്രീറ്റ്. പക്ഷേ ഇറ്റ് ഗെറ്റ് ക്യാൻസൽഡ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പതുക്കെ അച്ഛനെ ഒന്ന് കാണാമെന്ന് വെച്ച് അച്ഛൻ്റെ വീട്ടിൽ ചെന്നു. അച്ഛൻ സാധാരണഗതിയിൽ നല്ല കുട്ടപ്പനായിട്ടാണ് അച്ഛൻ വീട്ടിലിരിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം അച്ഛന് താഴോട്ടൊരു മുണ്ട് പോലൊരു സാധനം എടുത്തിരിക്കുന്നത് പാൻറ്റിന് പകരം. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പറ്റി അച്ഛനാ? ഞാൻ ചോദിച്ചു അച്ഛാ അതെന്ത് പറ്റി? അപ്പൊ അച്ഛൻ ആക്ച്വലി ഒന്ന് വീണിട്ടിരിക്കുക, രഹസ്യമായിട്ടിരിക്കുക, വീണിട്ട് മുട്ടൊക്കെ പൊട്ടി നല്ലതായിട്ടിരിക്കുക, കാലൊന്നും മടക്കാൻ പറ്റുന്നില്ല. ഞാൻ മുട്ട് രണ്ടും നോക്കി കഴിഞ്ഞപ്പോ നല്ല മുറിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു അയ്യോ. അപ്പൊ മോൻ അടുത്തുനിന്ന് ആങ്ഷ്യസ് ആയിട്ട് പറയുന്നുണ്ട്, മീനായിരുന്നു എന്തോ ചെയ്യുന്നതിനെ കുറച്ചുകൂടെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ, അങ്ങനെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ഒരു കൂസലും ഇല്ല, അച്ഛൻ ഒരു ചിരിച്ചോണ്ടിരിക്കുവാ ഈ വീണിട്ട്. അടുത്ത് വാക്കറൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ വാക്കർ എടുത്താണോ അച്ഛൻ നടക്കുന്നത്? അച്ഛൻ അതെ ഞാൻ വാക്കർ എടുത്ത ബാത്റൂമിൽ പോകുന്നത്. ഞാൻ ചോദിച്ചു ഈ കാല് വെച്ചിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ? ഓ 2-2.5 മണിക്കൂറൊക്കെ ഉറങ്ങും. പക്ഷെ കണ്ണിന് വലിയ ഇച്ചിരി കാഴ്ച പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഈ മെസ്സേജസ് ഒക്കെ കേൾക്കും, ബൈബിള് കേൾക്കും, അവിടെ പോയി ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വിഷമമാ ഇതൊക്കെ കാണുമ്പം, നമ്മുടെ ചുറ്റും എന്ത് പ്രയാസങ്ങളാ, സങ്കടം വരും ഇതൊക്കെ കാണുമ്പോൾ തന്നെ. അച്ഛൻ തന്നെ ഇരിക്കുന്നുണ്ട് വേദന എടുത്ത്. അപ്പൊ അച്ഛനൊരു ചിരി. അച്ഛൻ പറഞ്ഞു ഇത്ര സങ്കടപ്പെടുന്നത് എന്തിനാ? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വേദനകൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരത്തില്ലേ? അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ ബാത്റൂമിലോട്ട് പോകാനായിട്ട് കഷ്ടപ്പെടും, എഴുന്നേറ്റ് ഈ വാക്കർ പിടിച്ച് നടന്നു പോകുമ്പോ മുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ മടക്കാനൊക്കെ. പക്ഷെ അന്നേരം ഞാൻ ഓർക്കും, അയ്യോ ആ കാൽവറിയില് ഗോൽഗാത്തയിലായിട്ട് നടന്നപ്പം ആ മുട്ടൊക്കെ എന്തുമാത്രം പൊട്ടി ചോരയൊലിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുമ്പോ എനിക്ക് ഈ വേദന ഒട്ടുമില്ല. ഞാൻ ഇച്ചിരി നേരം അനങ്ങാതെ നോക്കിയിരുന്നു അച്ഛനെ. ഞാൻ പറഞ്ഞു മേ ബി ഐ നീഡഡ് ദിസ് ഫ്രം യു ദിസ് വീക്ക്. അതുകൊണ്ടായിരിക്കും എനിക്ക് വരാൻ തോന്നിയത്. എനിക്ക് എത്ര കൺസിസ്റ്റൻസി ഇൻ ദ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസിങ് ഇൻ ദ ലൈഫ് ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ പെയിൻ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേറെയും കുറെ മുറിവുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഗോൽഗോത്തയിലും കാൽവറിയിലും ഒക്കെ, അതൊന്നും ഓർത്ത് എനിക്ക് കുറ്റങ്ങളൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ഞാൻ ഇറങ്ങി. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഓൾ അറൌണ്ട് ദിസ് വീക്ക്. എന്ത് രസമായിട്ട് നമുക്കിത് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ദ ആക്ച്വൽ വിറ്റ്നസ്. കാരണം നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തറിയാം, അങ്ങ് ഡള്ളായി മൂഡ് ഓഫ് ആയി, പിന്നെ നമ്മളങ്ങ് സീരിയസ് ആൾക്കാർ. കാരണം എന്തെങ്കിലും ചിരിച്ചു പോയാൽ നമ്മുടെ അനുഗ്രഹം കുറയുമോ, ചിരിച്ചു പോയാൽ നമുക്ക് പ്രശ്നമാവോ? കാരണം വി ജസ്റ്റ് വാണ്ട് ടു ബി ഗ്ലൂമി. ബട്ട് യു ലേൺഡ് അബൌട്ട് ഗലേഷ്യൻസ്, യു ലേൺഡ് അബൌട്ട് പോൾ. തിങ്ക് അബൌട്ട് ഹൗ ഹൗ വാസ് ഹി റിജോയ്സ് ആൻഡ് റിജോയ്സ് ആൻഡ് റിജോയ്സ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. So how can we do that? That is making a huge difference if we want to be real witnesses. അപ്പൊ ആദ്യം പറഞ്ഞു പൗലോസ് ഈ 6 പുസ്തകങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതൊരു സെൽഫ് ഡിഫൻസ് ആണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ്, അതല്ലാതെ വേറൊന്നുമില്ല. രണ്ടാമത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു കൃപാ സുവിശേഷം എന്ന് വിളിക്കാം. ഇറ്റ്സ് എ ഗോസ്പൽ ഓഫ് മെർസി. കൃപാ സുവിശേഷം, കാരണം കൃപയാൽ അല്ലാതെ നത്തിങ്. Whatever we have in our life, that is a mercy from Jesus. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം അവന്റെ മേഴ്സിയാണ്. കൃപയാലല്ലാതെ രക്ഷയില്ല, കൃപയാലല്ലാതെ ഒന്നുമില്ല, കൃപയാലല്ലാതെ പാപമോചനമില്ല, കൃപയാലല്ലാതെ ഒന്നുമില്ല. ഇറ്റ്സ് കീപ് ഓൺ സേയിങ്. He is using the കൃപ to fight against the law. നിയമത്തിനും ഉപരിയായി ദൈവകൃപയെ കൊണ്ട് വെച്ചാണ് സംസാരിക്കുന്നത്. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, there is a response from us to this mercy. ഒരു വിശ്വാസത്താലുള്ള ഒരു നീതീകരണം. അതായത് ദൈവത്തിന് നമ്മോടുള്ള കൃപയ്ക്ക് എന്ത് നിങ്ങൾ പകരം കൊടുക്കും, അതാണ് നമ്മുടെ ആഴത്തിലുള്ള വിശ്വാസം. How can we do that? ദൈവത്തിന് നമ്മോടുള്ള കൃപയ്ക്ക് നമ്മൾ എങ്ങനെയാണ് ആഴത്തിലുള്ള ഒരു വിശ്വാസം കൊടുക്കാൻ പറ്റുന്നത്? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ചിലപ്പോഴെങ്കിലും മനസ്സിലാവും. ചില മനുഷ്യര് ഏത് തരത്തിലുള്ള വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ചില മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് ഈ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞവരും
ഒരു പ്രയാസം വരുമ്പോൾ നമുക്കറിയാം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവരെവിടെയാണ് വീട് പണിഞ്ഞിരിക്കുന്നത്, മണലിന്റെ പുറത്താണോ പാറപ്പുറത്താണോ. ഒരു സ്റ്റോമി എക്സ്പീരിയൻസസിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഒരു ജോലി എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4 acquisitions നടന്നു. അതായത് ഐ ജോയിൻ ഇൻ വൺ കമ്പനി, that changed to another one, that changed to another one, then there was a 4th acquisition happened. So there was a leader who worked with me all this time. So every time when there is a rumor about this acquisition or a major or a merger or a sale, she texts me, "Oh, I'm so nervous." Then I will text her, "Why?" So this time there was a huge a sale announcement came, and she texted me, "I know what you are going to reply, but I have to express my concern to you." She texted me. Then I told, "I'm not worried at all." So she texted me, "You are so strong." Then I told her, "I don't think so. I'm that strong, but I believe in someone who is stronger than me." So when things happen, how can we witness? Then everybody was like tensed, and the announcement came, and there is a lot of things, and I was smiling. It was not faking it. The smile is coming from inside. So somebody came and asked me, "Can you explain about that people who are buying ours?" And I told them, "Yeah, I don't know. Whatever you know, I know. I just Google it and I found out who's that company, and it looks okay, sounds okay. What you know a little more? I don't know. I don't know that. Whatever, we all know the same thing. But how can we goofy like this? You know, like you are so comfortable. What else you can do? Can you control anything? So try to control the controllables, and the rest is up to God. That's what I believe. How can we make our life so difficult thinking about all those things that what is happening in our life? Some of the things that you don't have any control on it. So how can we do that? It's very important for us as women. How can we stay course? But sometimes it is not possible. We know that there are the moments that we lose our temper. Sometimes, so my mama mentioned, I have a doctorate in Christian psychology. Sometimes my daughters asked, "You really have a doctorate?" I have to look at your paper. Because of my behavior, sometimes they think, no, it is not real. Because sometimes I don't have any emotional intelligence. Because I may be worrying, or I may be losing my temper, and I may not have that, because there are moments in our life we will lose that faith and we try to behave differently. We have to be very careful about it, because people are watching at us. How can we, in any way, at house, at workplace, and at church, that's very important. What we talk, people are listening. They watch us. They always listen to us. What are we talking? Are we really talking things which is meaningful? Or we are just, ഇത് ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ മെസ്സേജസിലും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്നതാണ്. നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ വേറൊരാളോട് പറയുന്ന കാര്യം. ഞാൻ എൻ്റെ മോള് വളരെ ചെറുതായിരുന്നപ്പോൾ അവൾ ഒരു ദിവസം എന്നോട് പറഞ്ഞതാ, മമ്മിയോട് ഒരു കാര്യം ഒരാൾ പറയുമ്പം അത് വേറൊരാളോട് പറയണമെന്ന് അങ്ങനൊന്നും ഇല്ല. You don't need to say to the other person. When somebody says something to you, that is to you. Just leave it. It's very important. They will watch us. നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ട് what are we talking? What are we sharing with others? So in everything, if we want to witness, it is not that easy. So വിശ്വാസം എവിടെയാണ് നമ്മളെ ആഴത്തിൽ ഉറപ്പിക്കുന്നതും, ആ വിശ്വാസത്തിൽ നമ്മൾ ആഴത്തിൽ ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, the way we talk, the way we carry ourselves in the midst of stormy experiences. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ അവർ പേടിച്ചു പോയിട്ട്, അയ്യോ ഞങ്ങളിപ്പോൾ താഴെ വീടും, ദാണ്ട കിടന്ന് ഉറങ്ങുന്നു, പില്ലോ ഒക്കെ വെച്ച് കിടന്നുറങ്ങുന്നു, അല്ലേ? He was sleeping actually. He decided it was not a nap. നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഉറങ്ങുന്ന 10 മിനിറ്റ് ഉറക്കമൊന്നും അല്ലായിരുന്നു. അതിന് പില്ലോയും കൊണ്ട് നമ്മൾ പോകത്തില്ല ഉറങ്ങാൻ. നമ്മൾ ഏതെങ്കിലും ചേരിപ്പോ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാനേ നോക്കത്തുള്ളൂ. He actually took a pillow. He was sleeping with a pillow. He was in a plan to sleep. People couldn't, just like they were all worried and they couldn't do. I think that's what exactly we are doing. He is sleeping.
And he trusts us. And if he really want to intervene, he will wake up and he will stay with us. But he will be with us. That is what we are not recognizing and realizing. That is the main point of my message today. അപ്പോൾ പൗലോസ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഗലേഷ്യൻസിലെ ബുക്കിൽ നമ്മൾ കാണുന്ന കാര്യം എന്നാന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഒന്നാമത്തെ കാര്യം ഒരു സ്വയം പ്രതിരോധം, 2 കൃപയാലുള്ള ഒരു സുവിശേഷം, ആ കൃപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വിശ്വാസം, 4മത്തത് ഒരു സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. അതൊരു ദുസ്വാതന്ത്ര്യമല്ല, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. ദാറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ടു ബി എ ക്രിസ്ത്യൻ ഡിസൈപ്പിൾ. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ഫീൽ ഫ്രീ. ആ ഫ്രീ ആയിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റുന്നത്. ഇപ്പൊ ഫ്രീ ആയിട്ട് പറയാവുന്ന ഒരു വ്യക്തിയെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിൽ പീലാത്തോസിന്റെ ഭാര്യയെ നമുക്ക് കാണാം. കുറച്ചുകൂടെ കാര്യങ്ങൾ അവർക്ക് ചെയ്യായിരുന്നു. അവരൊരു എഴുത്ത് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, നീതിമാനാണ്, നീ അതിൽ നിന്ന് മാറിക്കോ, പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിങ്ങിൽ കയറി നിൽക്കണ്ട. ബട്ട് ഷീ വാസ് എ പവർഫുൾ ലേഡി. അഗ്രിപ്പയുടെ ഫാമിലിയാണ്. ഷീ വാസ് ഉന്നത കുലജാതയാണ്. ഷീ ഹാസ് വെരി ഇൻഫ്ലുവൻസ് ഇൻ ദാറ്റ് പവർ സെക്ടർ. ബട്ട് ഷീ ഡിഡ്ന്റ് സേ ദാറ്റ്. Comparing to Esther, she didn't do anything, but she could have done that. But later, നമ്മൾ വേദപുസ്തക ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇവരെ ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ഇവര് ക്രിസ്ത്യാനിയായി മാറി. തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിൽ പറയുന്ന ക്ലോഡിയ, ഈ ക്ലോഡിയ എന്നാണ് ഗോസ്പൽ ഓഫ് നിക്കോദമോസ് എന്നൊക്കെ പറഞ്ഞ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ പറയുന്നത്. സോ ചില അവസരങ്ങളിൽ നമ്മുടെ മൗനം ഒരു പ്രശ്നമാണ്. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായി, നീതിമാനാണ്. She's just warning your husband. അവളുടെ ഉദ്ദേശം യേശുവിനെ രക്ഷിക്കണമെന്നല്ല അവൾ പറഞ്ഞു. You have to be careful because we don't want you to have a problem. You just stay away from there. ചിലപ്പോഴെങ്കിലും ചില മൗനങ്ങൾ നമ്മുടെ മൗനങ്ങളാകാം. ചിലയിടങ്ങളിൽ സംസാരിക്കേണ്ടിടത്ത് നമ്മൾ സംസാരിക്കാതെ പോകുന്നത് അത് ഡിസാസ്ട്രസ് ആകാം. നമ്മൾ മഹാഭാരത യുദ്ധം നമുക്കറിയാമല്ലോ, ചിലരുടെ മൗനമായിരുന്നു അല്ലെ. നമുക്കറിയാം ആ കുരുക്ഷേത്ര സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ഭീമർ വെടിഞ്ഞൊരു മൗനമുണ്ട്. ആ ഭീഷ്മരുടെ ഒരു മൗനമുണ്ട്. ആ ഭീഷ്മരുടെ മൗനമാണ് പിന്നീട് ഈ 18 ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധത്തിനും എല്ലാ നാശത്തിനും ഇടയായതെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. ചില മൗനങ്ങൾ, ആ ദിവസം മൗനം ഭജിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. മൗനം പാലിച്ചവർ ക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തിലേക്ക് നയിച്ച ചില മൗനങ്ങൾ. അപ്പോൾ ഇന്ന് പൗലോസ് നമ്മൾ കേട്ടത്, പൗലോസിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ നമുക്ക് ഈ ചിന്തയ്ക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്നത്, സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാൻ, വിശ്വാസത്തോടെ ആയിരിക്കാൻ, ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ, സ്വയപ്രതിരോധം തീർക്കാൻ. കാരണം എന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവനായ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എന്നോടൊപ്പമുണ്ട്. സിംഹാസനത്തിലിരിക്കുന്ന ക്രിസ്തു അല്ല, ക്രൂശിക്കപ്പെട്ട മുറിവേറ്റ ക്രിസ്തു. ഉയിരിലെല്ലാം, ഉടലിലും ഉയിരിലും ക്രൂശടയാളങ്ങൾ വഹിച്ചവനെ നമുക്കറിയാം എന്നുറക്കെ പറഞ്ഞുകൊണ്ട് സ്വയപ്രതിരോധത്തോടെ ആരെന്ത് പറഞ്ഞാലും, ഞാനൊരു അബോർട്ടഡ് അപ്പോസ്റ്റലാണെന്ന് നിങ്ങൾ പറഞ്ഞാലും, അകാല പ്രജയെന്ന് നിങ്ങൾ പറഞ്ഞാലും, പക്ഷേ ഇവിടെ ഞാൻ റിജോയ്സ് ചെയ്യുന്നു എന്ന് പറയാൻ പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് സാധിക്കട്ടെ. വളരെ മീനിങ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് നമ്മൾ എടുത്തത്. ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ, ക്രിസ്തു തരുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ, പലയിടങ്ങളിലും നമ്മുടെ മൗനം വെടിയാൻ. കാരണം മൗനം വെടിയുമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി കറേജിയസ്. ഇഫ് യു ഹാവ് ഫെയ്ത്ത്, യു ആർ കറേജിയസ്. കാരണം ഫെയ്ത്ത് ആൻഡ് ഫിയർ വോണ്ട് ഗോ ടുഗദർ, റൈറ്റ്? ഞാൻ പിള്ളേരോട് പറയും, സൺഡേ സ്കൂൾ പിള്ളേരോട് പറയും, വെൻ ഫിയർ നോക്ക് അറ്റ് യുവർ ഡോർ, ഫെയ്ത്ത് ഷുഡ് ഓപ്പൺ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. ഫെയ്ത്ത് ആൻഡ് ഫിയർ വോണ്ട് ഗോ ടുഗദർ. സോ ഇഫ് യു ഹാവ് ഫെയ്ത്ത്, you should not have fear. You should have the courage. You should have the courage to be the gospel witness. So അതിനായിട്ട് ഈ ഗലേഷ്യൻസിന്റെ പഠനം നമ്മെ സഹായിക്കട്ടെ. അത് ഏറ്റവും ഉത്തമമായ ഉദാത്തമായ രീതിയിൽ നമുക്ക് മുന്നോട്ടും വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് അതിനെ പഠിക്കാൻ സാധിക്കട്ടെ. അതിന് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ നമ്മൾ ശരിക്കും ഒരു വിറ്റ്നസിങ് എക്സ്പീരിയൻസിലേക്ക് പോകുമ്പോൾ ഇതൊരു യാത്രയാണ്, നമ്മുടെ ജീവിതയാത്ര. 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിച്ചോളാം. യാത്ര തുടങ്ങുന്നത് വളരെ അവ്യക്തമായൊരു യാത്രയാണ്. Our journey we started, it was a journey of uncertainties. നമ്മൾ പല യാത്രകളും ഇപ്പൊ ഇതിനകത്ത് അറിയാം, നമ്മൾ 60s-ലോ 70s-ലോ ഇവിടെ വന്നവരുണ്ടെങ്കിൽ അറിയാം. When you came here, you don't know where you're going. അതാണല്ലോ ഫെയ്ത്തിന്റെ ഒരു ഡെഫിനിഷൻ. You are taking the next step, but you don't know where that step is taking you. അതാണ് ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പം ഈ മുമ്പോട്ട് എടുത്തു വെക്കുന്ന കാലം എവിടേക്കാണ് നമ്മെ നയിക്കുന്നതെന്ന് വഴിയറിയാതൊരു യാത്രയാണ്.
അങ്ങനെയാണ് പല യാത്രകളും. എനിക്ക് തോന്നുന്നു നമ്മുടെ വിവാഹങ്ങൾ അങ്ങനെയായിരിക്കാം പലരുടെയെങ്കിലും. കാരണം ഇത് എവിടോട്ടാ പോകുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ, അല്ലേ? നമ്മൾ പ്രേതബാധയുള്ള വീട്ടിലാണോ, ചെതലരിച്ച മച്ചകങ്ങളുള്ള വീട്ടിലാണോ, എവിടോട്ടാണ് വിവാഹം കഴിച്ച് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കണ്ടിട്ടില്ല വീട്, അല്ലേ? എൻ്റെ ആങ്സൈറ്റി അതൊക്കെയായിരുന്നു. എണ്ണമെഴുക്കുള്ള പില്ലോ ആയിരിക്കുമോ, ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയത്തില്ല, ഇറ്റ് ഈസ് എൻ അൺസർട്ടനിറ്റി യു ആർ ഗോയിങ് ടു. പക്ഷെ ഒള്ളി ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ 4 ദിവസം താമസിച്ചിട്ട് ആ ആളിന്റെ കൂടെ പോകുമ്പോൾ നമുക്കറിയാം, ഓ, പോകുന്ന ആളിനെ നമുക്കറിയാം, ആ വീട് അറിയത്തില്ലെങ്കിലും. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ സഞ്ചരിച്ചത്. സോ ദെൻ ഹൗ മച്ച് മോർ the God, the Son of God who is walking with us. You only know this person for 4 days or 2 days. But how much more? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിയാവുന്ന ഒരാളുടെ കൈ പിടിച്ചുള്ള ഒരു യാത്ര, that is amazing. And I know that every one of you, if you get the mic now, you will be able to speak that. അതെന്ന് വെച്ചാൽ എത്ര എക്സ്റ്റസിയിൽ നമുക്കത് പറയാൻ സാധിക്കും, എത്ര ആനന്ദത്തോടെ നമുക്കത് പറയാൻ സാധിക്കും. The journey that we traveled with him, holding his hands. അവിടെയാണ് അവ്യക്തമായ യാത്രകൾ അതൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് യാത്രകളായിട്ട് മാറുന്നത്. When you try to hold his hand, the journey of uncertainties have become the journey of understanding. വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നമുക്ക് തുറന്നു വരും. നമ്മുടെ മുന്നിലേക്ക് പോകുന്ന പാതകൾ, നടന്നു തുടങ്ങുമ്പോഴാണ് വഴികൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പോലെ, നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വഴികൾ പുതിയ വഴികൾ വെട്ടിത്തെളിച്ച് വരും. അങ്ങനെ ആ വെട്ടിത്തെളിച്ച വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് we will be experiencing, the next is the wonderful thing, that is the journey of unique experiences. അനന്യമായ അനുപമമായ ജീവിതാനുഭവങ്ങൾ. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമുണ്ടാകാം, കഷ്ടമുണ്ടാകാം, മരണമുണ്ടാകാം, വേദനയുണ്ടാകാം, എന്ത് തന്നെ വന്നാലും you are going to experience that presence. അല്ലെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഗെത്സമനയിൽ പുറകിൽ വന്ന് കേട്ട ആ ചിറകടി ഒച്ചയുണ്ട് ഒരു മലാഖയുടെ. That's we experience. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്ന ചാടിക്കടക്കേണ്ട മതിലിന്റെ ഉയരം കുറയത്തില്ല, പക്ഷെ ചാരി വെച്ച് തരുന്ന ചില ഏണികൾ. നമ്മൾ അനുഭവിക്കേണ്ട വേദനയുടെ ആഴം കുറയുന്നില്ല, പക്ഷെ ചില തലോടലുകൾ. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾ പോലും ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ലൈഫ് എക്സ്പീരിയൻസസ് may not be that easy. We went through so much hardship. അത് ജോലിയിടങ്ങളിലെ പ്രശ്നങ്ങളാകാം, ഫാമിലിയിലെ പ്രശ്നങ്ങളാകാം, നമ്മുടെ പേഴ്സണൽ ഇടങ്ങളിലെ ചെയ്യാതെ പോകേണ്ട ചില നന്മകൾ. നമുക്ക് ചില അവസരങ്ങളിൽ ചില മനുഷ്യർ നമ്മളോട് ചോദിച്ച ചില കാര്യങ്ങളുണ്ടാകാം വർഷങ്ങൾക്ക് മുമ്പ്, അത് നമുക്ക് കൊടുത്ത് നിറവേറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ. ചെയ്യാതെ പോയ ചില നന്മകൾ നമ്മുടെ മനസ്സിലുണ്ട്, ഒരു ഭാരം പോലെ. വീട്ടാ കടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒത്തിരി പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മളെ മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവമുണ്ട്. That is the witnessing journey. From the അവ്യക്തമായ യാത്രകൾ, വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ അനുപമങ്ങളായ ജീവിത അനുഭവങ്ങളിലേക്ക്, അനന്യമായ ജീവിത അനുഭവങ്ങളിലേക്ക് നയിക്കുന്ന ആ ജീവിതയാത്രയാണ് വിറ്റ്നസ്. ഐ തിങ്ക് അങ്ങനെ പറയുമ്പോൾ we are all witnesses. We are all witnesses. അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് നമ്മൾ KR മീരയുടെ ഒരു പുസ്തകമുണ്ട്, സൂര്യനെ അണിഞ്ഞ പെൺകുട്ടി. നല്ലൊരു നോവലാണ്. അതിന്റെ അവസാനത്തെ പേജിൽ പറയുന്നുണ്ട്, പിന്നീട് പഴയ ഇസബൽ മരിച്ചു വീണു. അവൾ ഉടയാടകളെല്ലാം ഒരുങ്ങി അവൾ താഴെ വീണു. പിന്നീട് ഉയർത്തെഴുന്നേറ്റതൊരു പുതിയ ഇസബേലായിരുന്നു. അവൾ സൂര്യനെ അണിഞ്ഞിരുന്നു. പിന്നീട് അവൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് സ്വാതന്ത്ര്യം, ക്രിസ്തു തരുന്നൊരു സ്വാതന്ത്ര്യം. നന്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, നല്ലതിനു വേണ്ടി നിലകൊള്ളാൻ, സ്വയം അകവും പുറവും നമ്മെ നവീകരിച്ച് മുന്നേറാൻ. ഈ ഓരോ പ്രാവശ്യം നമ്മളിത് കേൾക്കുമ്പോഴും ഓരോ വർഷത്തെ സേവികാ സംഘ ദിനങ്ങളും നമ്മളെ സഹായിക്കണം. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട്, ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു പുസ്തകത്തിന്റെ ഒരു അവസാനത്തെ, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചോളാം. അത് സാറാ ജോസഫിന്റെ കറ എന്നൊരു നോവലാണ്, ഏറ്റവും പുതിയ നോവലാണ്. സാറ ടീച്ചറിനെ നമുക്കൊക്കെ അറിയാമല്ലോ. സാറ ടീച്ചർ ബൈബിൾ പ്രമേയങ്ങളായിട്ട് ധാരാളം പുസ്തകങ്ങൾ എഴുതാറുണ്ട്. ഈ കറ ടീച്ചർ എഴുതാനായിട്ട് ഒരുപാട് സമയമെടുത്തു. കാരണം ഷി വെന്റ് ടു ഇസ്രായേൽ, ജെറീക്കോ, എല്ലാ സ്ഥലത്തും പോയി, ജോർദാനിലൊക്കെ പോയി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്ട്സ് കണ്ടുപിടിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഒരു വലിയ നോവലാണ്, ഒരു ബൃഹത്തായ നോവലാണ്. പക്ഷെ അത് ഭയങ്കര രസം അത് വായിക്കാൻ. എസ്പെഷ്യലി നിങ്ങൾ വിശുദ്ധ നാടുകളൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും ആ പുസ്തകം വായിക്കുന്നത്. ഈ കറയുടെ അവസാനം, ഈ കറയുടെ പ്രമേയം ലോത്തിന്റെ ജീവിതമാണ്. സാറ ടീച്ചർ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ലോത്തിന് എന്ത് പറ്റി, 2 പെൺമക്കളുമായി പോയി, പിന്നീട് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, അതിനുശേഷം ലോത്തിന്റെ ജീവിതത്തിൽ എന്ത് പറ്റിയെന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. ആ ഫുൾ സ്റ്റോപ്പിലാണ് ടീച്ചർ ഒരു ഫിക്ഷനാണ്, ടീച്ചർ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്, അത് സാഹചര്യങ്ങളൊക്കെ വെച്ച്. അപ്പോൾ നമുക്കറിയാലോ, അവിടെ അമ്മോനെന്നും മോവാബ് എന്നും 2 കുട്ടികൾ സ്വന്തം പെൺമക്കളിലുണ്ടാകുന്നു ലോത്തിന്.
അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ആരുമില്ല ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇസ്മായിൽ കടന്നു വരുന്നു. ഇത് കഥയാണ്, വേദപുസ്തക സത്യമല്ല. ഇസ്മായിൽ കടന്നു വന്നിട്ട് ഇസ്മായിലിനെ ഇയാൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ലോത്ത്, നമുക്ക് വീട്ടിൽ ആഹാരം കഴിക്കാം. അവിടെ ചെല്ലുമ്പോൾ 2 കുട്ടികളെ കാണുമ്പോൾ ഇസ്മായിൽ ചോദിക്കും, ഇതാരാണ് ഈ കുട്ടികൾ? അപ്പോൾ പറയും, ഇത് ഇവളുടെ കുട്ടികളാണ്. അപ്പൊ അവിടെ വേറെ പുരുഷന്മാരെ കാണുന്നില്ല. അപ്പൊ ഇസ്മായിൽ വളരെ ഹാർഷായിട്ട്, വളരെ നിന്ദിച്ചുകൊണ്ട് അയാളോട് ചോദിക്കും, നീ ആരാണ്? ഈ 2 പെൺമക്കൾ നിന്റെ ഭാര്യമാരോ അതോ പെൺകുട്ടികളോ? ഈ കുഞ്ഞുങ്ങൾ നിന്റെ മക്കളോ അതോ കൊച്ചുമക്കളോ? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേന് ലോത്ത് തന്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഹീനമായ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോഴൊക്കെയും ഈ ഭാര്യ മരിക്കുന്നതിന് മുമ്പൊക്കെ എപ്പോഴും കളിയാക്കുമായിരുന്നു. ഉപ്പുതൂണായിട്ട് പോകുന്നതിന് മുമ്പൊക്കെ എപ്പോഴും കളിയാക്കുമായിരുന്നു. അബ്രഹാമിന്റെ ദൈവം, അബ്രഹാം മാത്രമേ കേട്ടിട്ടുള്ളൂ, അബ്രഹാമിന്റെ ദൈവം ലോത്തിനോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും അവർ കളിയാക്കുമായിരുന്നു. അപ്പം ഈ സോദോം ഗൊമോറയുടെ പ്രദേശത്ത് ഭാര്യ ഉപ്പുതൂണായ സ്ഥലത്ത് ചെന്ന് ഒരു ഗുഹയിൽ മരിക്കാൻ ഇങ്ങനെ കിടക്കുകയാണ് ലോത്ത്. അപ്പോഴും ലോത്ത് പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഏറ്റവും വലിയൊരു പാപിയാണ്, ഇനി ഒരിക്കലും അബ്രഹാമിന്റെ ദൈവം എന്നോട് സംസാരിക്കില്ല, ഇനി അബ്രഹാമിന്റെ ദൈവത്തിന്റെ ഒച്ച ഞാൻ കേൾക്കില്ല, ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല, ഇനി അത് കേൾക്കാൻ എനിക്ക് അർഹതയുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ലോത്ത് ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ലോത്തിനെ വിളിക്കുന്നു. ഇത് ലോത്തിന്റെ ദൈവം കൂടിയാണ്. എന്നിട്ട് ലോത്തിന്റെ കയ്യിൽ പിടിക്കുന്നു. പിന്നീട് ഒരു മാജിക്കൽ റിയലിസമാണ്. അതായത് മുന്നോട്ട് നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇയാളെ കാണിച്ചു കൊടുക്കും. നീ അങ്ങോട്ട് നോക്കൂ. അപ്പോൾ കാണുന്നു മോവാബും അമ്മോനും 16-ാമത്തെ വയസ്സിൽ 2 പേർക്കും രാജ്യങ്ങൾ ഉണ്ടാവുന്നു. പിന്നീട് കാലം മുന്നോട്ട് 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 പോവുകയായിരുന്നു. പിന്നീട് ബോവസിന്റെ കളത്തിൽ ആ മോവാബിയ കുലത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നു. ഇറ്റ് മേക്ക് മീ സോ ഇമോഷണൽ വെൻ ഐ ടോക്ക് അബൌട്ട് ഇറ്റ്. ആ മോവാബിയ ഒരു സ്ത്രീ, ഈ വൃത്തികെട്ട ഹീനമായ കുലത്തിൽ പിറന്ന ആ സ്ത്രീ ബോവസിന്റെ കളത്തിൽ ഇരിക്കുന്നു. പിന്നീട് കാലം മുന്നോട്ട് ഈശായി, ദാവീദ്, കാലം മുന്നോട്ട് മുന്നോട്ട് വർഷങ്ങൾ പാഞ്ഞു വരുമ്പോൾ ആ കുലത്തിൽ നിന്നുള്ള ഒരുവൻ അവനിങ്ങനെ നടക്കുകയാണ്. അവന്റെ പുറകെ അനേക പുരുഷാരമുണ്ട്. അവന്റെ ശബ്ദം സംഗീതം പോലെയാണ്. അവൻ നടക്കുമ്പോൾ അവൻ കാല് വെക്കുന്ന വരണ്ട നിലങ്ങൾക്ക് താഴെ ജലത്തിന്റെ ഉറവ പൊടിയുന്നു. ആ ജലത്തിന്റെ ഉറവയിൽ നിന്ന് കൂടി വരുന്ന പുരുഷാരം കുടിക്കുന്നു. അവൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. അവൻ രക്ഷയുടെ സുവിശേഷം കൊടുക്കുകയാണ്. ലോത്ത് ഇത് കണ്ടുകൊണ്ട് കണ്ണടയ്ക്കുന്നു. ഇറ്റ് വാസ് സോ ടച്ചിങ് ഫോർ മീ. Lot of time we think things happening in our life, it's not good, we are not worthy. But who's going to make that decision? Not the people around us, not the community around us, but the real God who sees us. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പരിസരങ്ങളെയും, നമ്മുടെ ജീവിതം തുറന്നതും മലർന്നതുമായിരിക്കുന്ന എല്ലാ അവസ്ഥകളും കാണുന്ന ആ ദൈവം, he is going to honor us. പക്ഷേ ഈ യാത്ര അവന്റെ കൈപിടിച്ചാകട്ടെ. The witnessing journey from the uncertainties to the understanding to the unique experiences. അങ്ങനെ ഒരു യാത്രയിലേക്ക് നമുക്ക് ഏവർക്കും അവന്റെ കൈപിടിച്ച് നടക്കാൻ സാധിക്കട്ടെ. ആ യാത്ര കണ്ട് അനേകർ ആ യാത്രയിലേക്ക് സംഘമായിട്ട് കൂടി വരട്ടെ. അതിനായിട്ട് ഈ തരത്തിലുള്ള സേവികാ സംഘ ദിനങ്ങളും വാരങ്ങളും മെസ്സേജസും ഒക്കെ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Thank you, Shiji. Now I invite Mrs. Shirley Mathayandi to do the closing prayer.